മമ്മൂക്കിന്റെ ടർബോ കണ്ടോ? കണ്ടു. ടർബോ എങ്ങനെ എന്താ തോന്നിയ കണ്ട സമയത്ത്? കണ്ടപ്പോ ഫസ്റ്റ് ഹാഫ് ഒരു കോമഡി ലെവലിലാണ് പടം പോണത്. അത് ചിലവർക്ക് ദഹിക്കാം, ചിലവർക്ക് ദഹിച്ചെന്ന് വരില്ല. പിന്നെ ഫസ്റ്റ് ഹാഫിലും അടിയുണ്ട്, ഫൈറ്റ് ഒക്കെ ഉണ്ട്, നല്ല ഇതായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. അത് ചിലവർക്ക് ദഹിക്കും, ചിലവർക്ക് ദഹിച്ചില്ലാന്ന് വരും. പിന്നെ പടത്തിന്റെ ഇത് മാറുന്നത് സെക്കൻഡ് ഹാഫിലാണ്. സെക്കൻഡ് ഹാഫിൽ ഒരു രക്ഷയില്ലാത്ത ഫൈറ്റ് എന്നൊക്കെ പറഞ്ഞാല് നല്ല മമ്മൂക്കാടെ അയഞ്ഞാട്ടാണ്. ഈ 73-ാമത്തെ വയസ്സിലും മൂപ്പര് ആ എഫക്റ്റ് എടുക്കണ്ടല്ലോ, അതൊരു ഭയങ്കര ഒരു ത്രില്ലിംഗ് ആണ്. അപ്പം ഫൈറ്റൊക്കെ ഗംഭീരമായിട്ടാ ചെയ്തത്. ഫൈറ്റൊക്കെ നല്ല ഗംഭീരമായിട്ട് തന്നെ ചെയ്തത്, ഒന്നും പറയില്ല. ഫൈറ്റുകളൊക്കെ അടിപൊളിയായിട്ടാണ്. പടം മൊത്തത്തിൽ തന്നെ അടിപൊളിയാണ്. പടം മൊത്തത്തില് ഒരു തമിഴ് സ്റ്റൈലാണ്. തമിഴ് സ്റ്റൈലും ഒരു ഹിന്ദി സ്റ്റൈലും ഒക്കെ ടച്ച് വരുന്നുണ്ട്. പക്ഷെ ഇന്ന് മലയാളത്തിലെ ഒരു മാസ് പടം എടുക്കാൻ പറ്റിയ ഒരു ഡയറക്ഷൻ ഉണ്ടെങ്കിൽ അത് വൈശാഖ് ഉള്ളൂ. നല്ല ഒരു വൈശാഖ് വീണ്ടും വീണ്ടും തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ നമ്മളെ ഇന്ത്യൻ സിനിമയുടെ അഭിമാനമായ മമ്മൂക്ക വീണ്ടും വീണ്ടും തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. മമ്മൂട്ടി കമ്പനീന്റെ 5ാമത്തെ പടമാണ്. 5 പടം ഹിറ്റാണ്. പിന്നെ നമ്മൾ തമിഴ്ന്നും തെലുങ്കുന്നൊക്കെ ഓരോ ഇതേപോലുള്ള പടങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ ഭയങ്കരമായിട്ട് മലയാളികൾ അങ്ങോട്ട് നെഞ്ചിലേറ്റു. ഇപ്പം മലയാളത്തിൽ ഇത്തരത്തിലുള്ള പടം പരീക്ഷിച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാർ ഒരു കുരുപൊട്ടല, ചെറിയ രീതിയിൽ ചില സ്ഥലത്ത് ഡീഗ്രേഡിംഗ് ഒക്കെ നടക്കുന്ന പോലെ ടർബോക്കെതിരെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് എന്താ അഭിപ്രായം? ഡീഗ്രേഡിംഗ് എന്ന് പറഞ്ഞാൽ അതിനിപ്പം ഞാനിപ്പോൾ എന്താ പറയുക, അത് എല്ലാ പടത്തിനും ഉണ്ടാവില്ല. അതിപ്പം മമ്മൂക്കായാലും മോഹൻലാലിൻ്റെ ലാലേട്ടനായാലും എല്ലാ പടത്തിനും ഡീഗ്രേഡിംഗ് വരുന്നുണ്ട്. പക്ഷെ അങ്ങനെ നമ്മൾ ഒരിക്കലും അങ്ങനെ ഡീഗ്രേഡിംഗ് ഒരു പടത്തിന് അങ്ങനെ ചെയ്യരുത്. അത് ആ പടം വർക്ക് ചെയ്ത ഓരോരുത്തരുടെ അന്നമാണ് ഒരു സിനിമ എന്ന് പറയുന്നത്. അത് ഇഷ്ടമില്ലാത്തവർക്ക് തുറന്ന് പറയാം, പക്ഷെ ഡീഗ്രേഡിങ് ചെയ്യരുത്. എഫേർട്ട് ഇട്ടിട്ടാണല്ലോ ഒരു സിനിമ ഒക്കെ ചെയ്യുന്നത്. അപ്പൊ ഈ റിവ്യൂ എന്ന സമ്പ്രദായം ശരിക്കും എടുത്ത് ഒഴിവാക്കേണ്ടത് തന്നെ അല്ലേ? ആ റിവ്യൂ എന്ന സമയത്ത് എടുത്ത് ഒഴിവാക്കണ്ട. അത് നല്ല ഇതില് നമ്മൾ റിവ്യൂ പറയാ, ഡീഗ്രേഡിങ് ചെയ്യാതെ നല്ല ഇതിൽ റിവ്യൂസ് പറയാ. ഇഷ്ടമില്ലാത്തവർക്ക് തുറന്ന് പറയാം, അല്ലാതെ ഈ ഓൺലൈനിൽ ഇരുന്ന് കുത്തി ഡീഗ്രേഡ് പറയരുത്. ശരിക്കും ഇപ്പൊ ഈ അശ്വന്ത് കോക്ക് പോലുള്ള റിവ്യൂവർ ഉണ്ടല്ലോ, അവരൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു മെജോറിറ്റി ഓഡിയൻസിനും ഇഷ്ടമാവുന്ന സിനിമയായി മാറിയിട്ടുണ്ട് ടർബോ. പിന്നെ എന്തുകൊണ്ട് അദ്ദേഹം ടർബോ എന്ന സിനിമക്കെതിരെ ചെറിയ രീതിയിൽ നല്ല രീതിയിൽ നെഗറ്റീവ് അടിക്കുന്നു? അല്ലെങ്കിലും അദ്ദേഹത്തിന്റെ റിവ്യൂസ് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ നമ്മുടെ കണ്ണൂർ സ്ക്വാഡ് ആണെങ്കിലും ഭീഷ്മപർവാണെങ്കിലും ഒക്കെ ചെറിയ രീതിയിൽ അദ്ദേഹം നല്ല രീതിയിൽ നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ട്. ശരിക്കും അദ്ദേഹം ഒരു മോഹൻലാൽ ഫാൻസ് കൂടെ ആണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഉള്ളിലെ ലാലേട്ടൻ ഫാൻസ് ഉണരുകയാണ് മമ്മൂക്കയുടെ സിനിമയുടെ റിവ്യൂ പറയുന്ന സമയത്ത്. അതിനെക്കുറിച്ച് എന്താ അഭിപ്രായം? അവര് അശ്വന്ത് കോക്ക് ഡീഗ്രേഡിങ് പറഞ്ഞ പടങ്ങളൊക്കെ ഹിറ്റാണ്. ഭീഷ്മപർവത്തിന് ഡീഗ്രേഡ് പറഞ്ഞിട്ടുണ്ട്. ഡീഗ്രേഡ് ഒന്നും വല്ലാതെ ഡീഗ്രേഡ് പറഞ്ഞില്ലെങ്കിലും ചെറിയൊരു ഡീഗ്രേഡ് പറഞ്ഞെങ്കിലും ആ പടം ഹിറ്റാണ്. പിന്നെ ഇപ്പോ കണ്ണൂർ സ്ക്വാഡ് അതും ഹിറ്റാണ്. പിന്നെ ഇപ്പോ അതുപോലെ തന്നെ കാതൽ ദിഗോറിനെ ഭയങ്കരമായിട്ട് ഡീഗ്രേഡ് പറഞ്ഞിട്ടുണ്ട്. ആ പടം എല്ലാ ഓഡിയൻസിനും ഇഷ്ടമായിട്ടുണ്ട്. അപ്പൊ ഈ നൻപകൽ നേരത്തും അശ്വന്ത് ഉള്ളിൽ ചെറിയ ഒരു മമ്മൂട്ടി വിരോധിയും ആണ് എന്ന് തോന്നുന്നുണ്ട് അദ്ദേഹത്തിന്റെ റിവ്യൂ കാണുന്ന സമയത്ത്. അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ? ഫീൽ ചെയ്തെന്ന് ചോദിച്ചാൽ അങ്ങനൊന്നും ഫീൽ ചെയ്തിട്ടില്ല. അത് അവരെ ഒരു അഭിപ്രായമാണ് അവര് പറയുന്നത്, അല്ലാതെ ഇപ്പൊ അവരെ കുറിച്ച് ഒന്നും പറയാനൊന്നും. എന്തായാലും പടം നല്ല രീതിയിലാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ആരാധകർ ആവേശത്തിലാണ്. മമ്മൂക്കയുടെ ഓരോ ഇന്റർവ്യൂ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ മമ്മൂക്ക നല്ല കോൺഫിഡൻസോട് കൂടാണ് ഇന്റർവ്യൂ എല്ലാം ചെയ്തത്. ഇപ്പോ നമ്മളെ ടർബോ റിലീസായി നല്ല വിജയകരമായി മുന്നേറുന്നു. നല്ല കളക്ഷൻ വന്നിട്ടുണ്ട്. ഫസ്റ്റ് ഡേയ്സ് 17.3 സംതിങ് കളക്ഷൻ വന്നിട്ടുണ്ട്. നല്ല ഇതിൽ ഫാമിലി ഓഡിയൻസോട് കൂടെയാണ് പടം ഇപ്പൊ മുന്നോട്ട് പോകുന്നത്. ശരിക്കും ഒരു ശക്തിക്കും നല്ല സിനിമയെ പറഞ്ഞു തോൽപ്പിക്കാൻ വേണ്ടി സാധിക്കില്ല. അതിന്റെ ഉദാഹരണം തന്നെയാണ് ടർബോ. വലിയ വിജയത്തിലേക്ക് തന്നെയാണ് ഓരോരുത്തർക്കും ഓരോ തിരിച്ചടിയാണത്. തിരിച്ചടി എന്ന് പറഞ്ഞാൽ മമ്മൂക്കനെ എന്തോ ചവിട്ടി താത്താൻ വേണ്ടി ഏതോ ഒരു കുറച്ച് ടീം ശ്രമിച്ചിട്ടുണ്ട്. അവർക്കുമുള്ള ഒരു തിരിച്ചടിയാണ് ഈ ടർബോ. എനിക്ക് തോന്നുന്നത് കേരളത്തിൽ മാത്രമല്ല വേൾഡ് വൈഡ് ഹിറ്റിലേക്ക് തന്നെയാണ്. കേരളത്തിന്റെ പുറത്തുനിന്ന് GCC എന്നൊക്കെ ഭയങ്കര രീതിയിലുള്ള കളക്ഷൻ ആണല്ലോ സിനിമക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. കർണാടകയില് 250 സ്ക്രീനുകളുണ്ട്. അതേപോലെ ഇന്ത്യന്റെ പുറത്ത് 7 രാജ്യങ്ങളിലാണ് നമ്മളെ ടർബോ ഓടിക്കൊണ്ടിരിക്കുന്നത്. അവിടും ഹിറ്റാണ്. ഈ ഒരു വീക്കെൻഡോട് കൂടെ തന്നെ സിനിമ 50 CR അടിക്കാൻ ചാൻസ് ഉണ്ടോ?
ചാൻസ് ഉണ്ട് ചാൻസ് ഉണ്ട്. ചാൻസ് ഉണ്ട്. ഈ 4 ദിവസം കൊണ്ട് തന്നെ ഇപ്പൊ 4 ദിവസം കൊണ്ട് ഞായറാഴ്ചത്തെ കളക്ഷൻ കൂടെ വരുന്ന ഞായറാഴ്ചത്തെ സമയത്ത് collection കൂടി 50 കോടി ഇന്നത്തെ കളക്ഷൻ ഇതുവരെ പുറത്ത് പുറത്ത് വിട്ടിട്ടില്ല. ഇന്നത്തും എല്ലാം നാളത്തും ഒക്കെ കഴിഞ്ഞാൽ ഏകദേശം 50 അടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ചാൻസ് ഉണ്ട്. ഓക്കെ ബൈ.